Welcome to Tiffany's Kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ധാബ സ്റ്റൈൽ ചട്നീസ് ആണ് കാണിക്കുന്നത്. 2 ചട്നിയാണ് ഇവിടെ കാണിക്കുന്നത്. വിവിധതരം ചാറ്റുകളിലേക്കും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കിനോടൊപ്പം ഡിപ്പായിട്ടും തന്തൂരി ഷവായ, ബിരിയാണി ഇതിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് സെർവ് ചെയ്യാവുന്ന കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന 2 നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 10 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കുരു കളഞ്ഞെടുത്തിട്ടുള്ളത് മാഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പുളിവെള്ളം, പുളി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയും പുളി വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള വെള്ളമാണ്. പിന്നെ ശർക്കര ഒരു 1/4 കപ്പ്, ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണമാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം അല്പം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടുവെള്ളം ചേർക്കാം, 3 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, വളരെ കുറച്ച് ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതായിട്ട് കുറുക്കി ആ ഒരു പുളിവെള്ളം അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് താളിച്ചൊഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾ റെഡിയാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാറ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ദഹിവട അതുപോലുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ദഹിവടയുടെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദഹിവട. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന തന്നെയാണ് കേട്ടോ, കുറേ മുൻപ്. അപ്പോൾ അതങ്ങനെ ചാനലിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മിൻറ്റ് ചട്നി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ നിലക്കടല, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 4 വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ പകുതി, അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നിലക്കടല നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നിലക്കടല ഒരു 12 മുതൽ ഒരു 15 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ടേബിൾ സ്പൂൺ കണക്കിന് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നിലക്കടലയും അതുപോലെ തന്നെ പഞ്ചസാര, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എള്ള്, ചെറിയ ജീരകം അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ പിടി മല്ലിയിലയും ഓരോ പിടി പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ടാമറിൻഡ് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടാമറിൻഡ് ചട്നി അല്ലെങ്കിൽ ഡേറ്റ്സ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ദഹിവടയിലേക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ദഹിവട തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. കണ്ടിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു ദഹിവട എന്ന് പറയുന്നത്. ഈ ഒരു ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വിഭവമാണിത്. ഈ ചട്നി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും നല്ല ഈസിയാണ്, കുറച്ച് നാൾ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മാത്രമല്ല മറ്റ് സ്നാക്സുകളിലേക്കും അതുപോലെ തന്നെ റൈസിലേക്കൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ചട്നീസാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചട്നി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കൂടെ ഇൻഷാല്ലാ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കാണാൻ മറക്കരുത്, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് നാളെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ.
വടയെല്ലാം ഇതുപോലെ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 ചട്നിയും ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ല കാണാം. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക്